അതെ, ഞാനിന്ന് നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന ഏരിയ കാണിച്ചു തരട്ടെ. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മാസത്തിന് മേലെയായി. ഞാനും ഈ ഒരു ഏരിയ ഇതുവരെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെയും ഒരുമിച്ച് പോയി കണ്ടാലോ? ഡബ്ലിനിലെ തന്നെ ഭയങ്കര പഴയതും അതുപോലെ തന്നെ ഭയങ്കര കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് സാഗട്ട്. സാഗട്ട് ഒരു കുഞ്ഞ് ടൗൺ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലില്ലാത്ത ഒന്നുമില്ല കേട്ടോ. പള്ളിയുണ്ട്, ക്ലിനിക്കുണ്ട്, ഒരുപാട് കടകളുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. അങ്ങനെ വേണ്ടതെല്ലാം ആ ഒരു ടൗണിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് സെൻട്ര എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അവിടെയാണ് നവീൻ വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള എല്ലാവരും അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ജേക്കബ്സ് ഉണ്ട്, അത് പറയാൻ ഞാൻ വിട്ടുപോയി. അതൊരു ബാറാണ്, ഭയങ്കര പഴയ ബാറാണ്, പക്ഷെ നല്ല അടിപൊളി ആൾക്കാരാണ്. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പ്രായമായിട്ടുള്ളവർ വന്നിരുന്നു, പിന്നെ അത് ക്ലോസ് ചെയ്യുന്നവരെ അവരവിടെ ഉണ്ടാകും. അപ്പം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റാത്കോൾ പാർക്ക് എന്ന് പറയും. ഭയങ്കര ഭംഗിയുള്ള പാർക്കാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ മാപ്പൊക്കെ തപ്പി തപ്പിയാണ് പോകുന്നത്. എത്തോ ഇല്ലയോ എന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പോയൊരു സ്ഥലമാണ് റാത്കോൾ പാർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നമുക്കിനി കുറച്ച് സാഗട്ടിനെ കുറിച്ച് കേട്ടാലോ. സാഗട്ടിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഞാനിവിടെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ വന്നു. പുള്ളിക്കാരൻ വന്നിട്ട് ഐറിഷുകാരനാണ്. പുള്ളിക്കാരൻ വന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. അതിൻ്റെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കേരളത്തിൽ നിന്നാണോ എന്ന്. ഇന്ത്യയിൽ നിന്നാണോ എന്നല്ല, കേരളത്തിലാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു അതെ. ഞാൻ ഞെട്ടാൻ കാരണം വേറെ ഒന്നല്ല, കേരളം എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോഴേ പുള്ളിക്കാരന് കുറച്ച് ബുദ്ധി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു സാഗട്ടിനെ കുറിച്ച് അറിയുമോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അറിയത്തില്ല. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പണ്ട് ഇതൊരു കാടായിരുന്നു, ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. അതിന് ശേഷമാണ് കുറേ പേര് വന്ന് ഇവിടെ വെട്ടിത്തെളിച്ച് ഫാമിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് നല്ല ഫാമിങ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കൺസ്ട്രക്ഷൻ, അതായത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ഡെവലപ്ഡ് ഏരിയ ആയി മാറി. ഇവിടെ ഏറ്റവും കൂടുതൽ കേരളക്കാരാണ് വീട് വെക്കുന്നതും വീട് വാങ്ങുന്നതും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പാർക്കിൽ പോയി കുറച്ച് നേരം ലല്ലല്ല പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നേരെ ഡൻസ് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ പോയി കുക്ക് ചെയ്യണമല്ലോ, വല്ലതൊക്കെ ഞം 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 തിന്നണ്ടേ. അപ്പം നിങ്ങൾ സാഗട്ടിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സാഗട്ട് ഇഷ്ടമായോ എന്ന് പറയണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.